നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. മിസ്റ്റർ പാർത്ഥിബ് ജിണ്ടാൽ സഞ്ജു സാംസണെതിരെ കുരക്കാൻ താൻ ആരാണ്? സോഷ്യൽ മീഡിയയിൽ എക്സിലൊക്കെ നിരവധി പോസ്റ്റുകളാണ് അയാൾക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഡൽഹി ക്യാപിറ്റൽസിന്റെ ഓണറാണ്. ഇന്നത്തെ മത്സരത്തിൽ സംഭവിച്ച കാര്യം എല്ലാവരും കണ്ടതാണല്ലോ. സഞ്ജു അതിമനോഹരമായിട്ടുള്ള ഇന്നിങ്സാണ് കളിച്ചത്. അങ്ങനെ ഒരു ഇന്നിങ്സ് കളിച്ച് അൺഫെയർ ആയ രൂപത്തിൽ ഔട്ടായി എന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം നായകൻ കൂടിയാണ്. അമ്പയറോട് തൻ്റെ ആവലാതി പറയും, തൻ്റെ സംശയങ്ങൾ ചോദിക്കും. അതിന് ഗ്യാലറിയിൽ ഇരുന്നുകൊണ്ട് ഷൗട്ട് ചെയ്യാൻ, കയറിപ്പോകാൻ വേണ്ടി അംഗം കാണിക്കാൻ ഇയാൾ ആരാണ്? IPL ഒരുപാട് ഓണേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഷാരൂഖ് ഖാനും പ്രീതി സിൻഡയും അടക്കമുള്ള ഒരുപാട് ഓണേഴ്സ് കളി കാണാൻ വേണ്ടി സ്റ്റേഡിയത്തിലേക്ക് എത്താറുമുണ്ട്. അവരാരെങ്കിലും എതിർ ടീമിന്റെ ക്യാപ്റ്റന്മാരോടോ അല്ലെങ്കിൽ താരങ്ങളോടോ ഇത്തരത്തിൽ ബിഹേവ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാ? ഇല്ല. അത് തന്നെയാണ് വ്യത്യാസം. ഇയാൾ IPL ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഫ്രാഞ്ചൈസി ഓണറാണ്. എത്ര മനോഹരമായിട്ടാണ് സഞ്ജു കളിച്ചത്. സുന്ദരമായിട്ടുള്ള കളി. 46 പന്തിൽ നിന്ന് 8 4ഉം 6 6ഉം അടക്കം 86 റൺസ്. അദ്ദേഹം സെഞ്ചുറിയിലേക്ക് കുതിക്കവേ, ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകവെയാണ് മൈക്കൽ ഗഫിന്റെ ആ തീരുമാനം വരുന്നത്. തേർഡ് അമ്പയർ അയാളത് 2 3 തവണ നോക്കാനൊന്നും തയ്യാറായില്ല. അത് ഫ്രീസ് ചെയ്ത് നോക്കാനോ സൂം ചെയ്ത് നോക്കാനോ ഒന്നും അയാൾക്ക് സമയം ഉണ്ടായിട്ടില്ല. വൈഡ് 3 മിനിറ്റ് അയാള് നോക്കാൻ തയ്യാറായി. ഔട്ടായി. ക്രൂഷ്യൽ ഡിസിഷൻ എടുക്കാൻ 1 മിനിറ്റിൽ താഴെ. സ്വാഭാവികമായിട്ടും സംശയങ്ങൾ അവിടെ ഉണ്ട്. സംഘ അടക്കമുള്ള ഒരു ഡഗൌട്ടില് അതിൽ അതൃപ്തരായിരുന്നു. അപ്പം നായകൻ സഞ്ജു അമ്പയറോട് ചോദിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കാൻ ഇവൻ ആരാണ് എന്ന് എക്സ് അക്കൗണ്ടിൽ ഒക്കെ ആളുകൾ, എക്സിലൊക്കെ ആളുകൾ ചോദിച്ചാൽ അതിൽ അത്ഭുതമൊന്നുമില്ല. നിരവധി പോസ്റ്റുകളാണ് അയാൾക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. മോസ്റ്റ് പഞ്ചബിൾ ഫേസ് ഇൻ IPL റൈറ്റ് നൗ പാർത്ഥിബ് ജിണ്ടാൽ എന്ന് പറഞ്ഞുകൊണ്ട് കോബാളിയുടെ ഒരു ക്ലോണിന്റെ ആ ഒരു ഇമോജി വെച്ചുകൊണ്ട് പോസ്റ്റ് വരുന്നത്. മറ്റൊരു പോസ്റ്റ് വരുന്നത് എങ്ങനെയാണ്? പാർത്ഥിബ് ജിണ്ടാൽ ഈസ് ദി മോസ്റ്റ് ഇറിറ്റേറ്റിംഗ് ഫ്രാഞ്ചൈസ് ഓണർ ഇൻ IPL. IPL ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഫ്രാഞ്ചൈസ് ഓണർ അയാളാണ് എന്ന് പറയുന്നു. ദെൻ മറ്റൊരു പോസ്റ്റിൽ വരുന്നത് പാർത്ഥിബ് ജിണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ നാണക്കേടാണ്. സഞ്ജുവിനോട് ഈ രൂപത്തിൽ പെരുമാറാൻ താങ്കൾ ആരാണ് എന്നൊരു ചോദ്യം വരുന്നു. അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് അയാൾക്കെതിരെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പല ഫ്രാഞ്ചൈസി ഓണേഴ്സിനെയും നമ്മൾ കാണാറുണ്ട്. അവരാരും ഇത്തരത്തിൽ പെരുമാറാൻ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പം അമ്പയറോട് ഇങ്ങനെ ചോദിക്കുന്നത് ആദ്യമായിട്ടൊന്നുമില്ല. ഔട്ടിന് ശേഷം ഇങ്ങനെ റിവ്യൂവിന് ശേഷം ഒക്കെ ചോദിക്കുന്നത്. ഇപ്പം കോഹ്ലി നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ, ആ ഒരു നോബോൾ വന്ന ഘട്ടത്തിൽ അത് നോബോൾ ആണോ അല്ലയോ, നോബോൾ അല്ല എന്നാണ്. ഇതേ മൈക്കിൾ ഗഫാണ് അന്ന് അമ്പയർ. അന്ന് ആ ചർച്ച വരുമ്പോൾ അത് ശരിക്കും മൈക്കിൾ ഗഫിന്റെ തീരുമാനമായിരുന്നില്ല. അത് ടെക്നിക്കൽ തീരുമാനമാണ്. കാരണം ബാറ്ററുടെ ബേസിന്റെ ഹൈറ്റ് അവിടെ ഉണ്ട്. ബോൾ എത്ര ഹൈറ്റിലാണ് വന്നത് നോക്കിയിട്ട് ക്രീസിന് പുറത്തായിരുന്നു ആ സമയത്ത് കോഹ്ലി ഉണ്ടായിരുന്നത്. അകത്തേക്ക് ഒരു ബോൾ ഡിപ്പിൻ ചെയ്യുകയായിരുന്നു എന്നുള്ളത് കൊണ്ട് വന്ന തീരുമാനമാണ്. എന്നിട്ടും കോഹ്ലി അത് ചോദ്യം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഫ്രാഞ്ചൈസ് ഓണർ അവിടെ നിന്നിട്ട് കയറി പോടാ എന്ന് ആംഗ്യം കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നുവോ? ഇല്ല. അത് കോഹ്ലിയാണ്, അല്ലെങ്കിൽ പിന്നെ രോഹിത്താണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊന്നും കാണില്ല. സഞ്ജുവിന് നേരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള താരങ്ങൾക്ക് നേരെ കുരക്കാൻ ഇതുപോലുള്ള ഓണേഴ്സ് ഇനിയും ഉണ്ടാകും. അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും എക്സ് അക്കൗണ്ടിലൊക്കെ വ്യാപകമായിട്ട് ആളുകൾ അയാൾക്കെതിരെ പോസ്റ്റ് കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ എത്താം.